ഹായ്, വെൽക്കം ടു എൻട്രിയ. അപ്പോൾ ഫൈനലി നമ്മുടെ എല്ലാവരും വെയിറ്റ് ചെയ്തിരുന്ന SSC CG കമ്പൈൻ ഗ്രാജുവേറ്റ് ലെവലിൻ്റെ നോട്ടിഫിക്കേഷൻ വന്നത് നിങ്ങൾ എല്ലാവരും അറിഞ്ഞു കാണും. ആൻഡ് വന്ന സമയത്ത് ഒരുപാട് നമ്മൾ കേട്ട റൂമേഴ്സിനൊക്കെ ശരിയായിട്ട് തന്നെ ആ ഒരു എന്താ പറയുക, ഒരുപാട് സർപ്രൈസുകളുമായിട്ടാണ് SSC CG എക്സാം വന്നിരിക്കുന്നത്, ഒരുപാട് ചേഞ്ചസുമായിട്ട്. അപ്പം ലാസ്റ്റ് കുറേ ചേഞ്ചസ് നമ്മൾ കണ്ടത് 2022 ഇപ്പോൾ 2022 ശേഷം എപ്പോഴും ഒരു 4 തൊട്ട് 5 വർഷത്തിനിടയ്ക്ക് എപ്പോഴും എന്തെങ്കിലും ചേഞ്ചസ് കൊണ്ടുവരാറുണ്ട്. ഇപ്പോൾ 2022 ശേഷം ഇപ്പോൾ 2026 നമ്മൾ പുതിയ കുറേ ചേഞ്ചസുമായിട്ടാണ് SSCൻ്റെ CG നോട്ടിഫിക്കേഷൻ വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ സാധാരണ ബാങ്ക് എക്സാംസിൽ നമ്മൾ കണ്ടിട്ടുള്ള സെക്ഷണൽ ടൈമിംഗ് എന്ന് പറയുന്നൊരു സംഭവം അത് നമ്മുടെ SSC CG എക്സാമിലേക്ക് കൊണ്ടുവരുവാണ്. അപ്പം കൊണ്ടുവന്നിരിക്കുന്ന ആ ഒരു ടൈമിംഗ് എന്ന് പറയുന്നതാണ് ആക്ച്വലി ചെറിയൊരു പ്രശ്നമായിട്ടെങ്കിലും പലർക്കും ഫീൽ ചെയ്യുന്നത്. ബിക്കോസ് നമ്മുടെ മാത്സിന്റെ ക്വസ്റ്റ്യൻസ് എഴുതാൻ 15 മിനിറ്റ് ആണെങ്കിൽ GKയുടെ ക്വസ്റ്റ്യൻസ് എഴുതാനും 15 മിനിറ്റ് തന്നെയാണ് അലോട്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ആ ഒരു രീതിയിലാണ് ഇനി ഈ ഒരു എക്സാംസ് പോകാൻ പോകുന്നത്. എന്ന് പറയുമ്പോൾ നമുക്ക് അതിനൊരു ഓർഡർ ഉണ്ടായിരിക്കും. നമ്മൾ നേരത്തെ ചെയ്യുന്ന കണക്ക് തന്നെ നമുക്ക് ഇഷ്ടമുള്ള സെഷൻ നമുക്ക് ഇഷ്ടമുള്ള പോലെ എടുക്കാൻ പറ്റിയെന്ന് വരത്തില്ല. നമുക്ക് ആദ്യം ഏത് സെഷനാണോ ഓപ്പൺ ചെയ്യുന്നത് ആ സെഷൻ നമുക്ക് ആയിരിക്കും ആദ്യം പോകുന്നത്. ആദ്യത്തെ 15 മിനിറ്റ് കഴിയുമ്പോൾ ആ സെഷൻ ഓട്ടോമാറ്റിക്കലി ക്ലോസ് ആയി അടുത്ത സെഷനിലേക്ക് തന്നെ പോകുന്നതായിരിക്കും. നമ്മളായിട്ട് ക്ലോസ് ചെയ്യേണ്ട ആവശ്യവും വരുന്നില്ല. സാധാരണ ബാങ്ക് എക്സാംസിൽ കാണുന്ന അതേ ഒരു രീതി, അതേ ഒരു പാറ്റേൺ, അതേ ഒരു ഫോർമാറ്റിലായിരിക്കും ഇനി എക്സാംസ് SSCയുടെ CG എക്സാം നടക്കാൻ പോകുന്നത്. ഇനി വരാനിരിക്കുന്ന എക്സാംസിൻ്റെയും എങ്ങനെയാണ് നമുക്ക് ഈ ഒരു രീതി തന്നെ ആയിരിക്കും പോകുന്നത് എന്നുള്ളത് നമുക്ക് കണ്ടറിയാം. ഇനി വരാനിരിക്കുന്ന അടുത്ത നോട്ടിഫിക്കേഷൻ നിങ്ങൾക്കറിയാം, CHSന്റെ നോട്ടിഫിക്കേഷൻ വരുമ്പോൾ CG കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും കൂടുതൽ ആൾക്കാർ വെയിറ്റ് ചെയ്യുന്ന നോട്ടിഫിക്കേഷനാണ് CHSലും MTS ഒക്കെ. പിന്നെ അതിന്റെ നോട്ടിഫിക്കേഷൻ വരുന്ന സമയത്തും എങ്ങനെയാണ് അത് പോകുന്നത്, ഇങ്ങനെ തന്നെ ആയിരിക്കുമോ പോകുന്നത് എന്നുള്ളതും നമുക്ക് നോട്ടിഫിക്കേഷൻ വരുന്നതനുസരിച്ച് നമുക്ക് കണ്ടറിയാം. ഇനി നമുക്കറിയാം എല്ലാ വർഷവും നമ്മൾ കാണുന്ന എന്തെങ്കിലുമൊക്കെ ചെറിയ ചേഞ്ചസ് നമ്മൾ എപ്പോഴെങ്കിലുമൊക്കെ കാണാറുണ്ട്. അപ്പോൾ നമ്മുടെ ഒരു മേജർ ചേഞ്ചസ് ആണ് എല്ലാ 4 വർഷം കൂടുമ്പോൾ വരുന്നത്. പിന്നെ ഇവിടുത്തെ CG നോട്ടിഫിക്കേഷനിൽ ഒരു പോസിറ്റീവ് ആംഗിൾസ് ആയിട്ട് പറയുവാണെങ്കിൽ നമുക്ക് പോസ്റ്റുകളുടെ എണ്ണം പിന്നെയും കൂടിയിട്ടുണ്ട് എന്ന് തന്നെ പറയാം. അല്ലെങ്കിൽ നേരത്തെ കഴിഞ്ഞ 2-3 വർഷമായിട്ട് വിളിക്കാതിരുന്ന ചില ഗസറ്റഡ് പോസ്റ്റുകൾ ഈ വർഷം വിളിച്ചിട്ടുണ്ട്. പറഞ്ഞ പോലെ തന്നെ പോസ്റ്റുകളുടെ എണ്ണം കൂടിയിട്ടുണ്ട് എന്നുള്ളത് ശരിയാണ്. നമ്മുടെ കഴിഞ്ഞ വട്ടം തന്നെ നമ്മൾ പുതിയ 2 പോസ്റ്റ് കണ്ടായിരുന്നു CG നോട്ടിഫിക്കേഷനിൽ. ചെറിയ മൈനർ അപ്ഡേറ്റ്സ് ഒക്കെ എല്ലാ വർഷവും വരുന്നതാണ്. ഈ വർഷം നമുക്ക് പിന്നെയും ഒരു പോസ്റ്റുകൾ ഇടയ്ക്ക് വെച്ച് വിളിക്കാതിരുന്ന പോസ്റ്റും അതുകൂടാതെ ഒരു പോസ്റ്റ് എക്സ്ട്രാ കൂടി അതിൻ്റെ അകത്ത് വന്നിട്ടുണ്ട്. ഗസറ്റഡ് പോസ്റ്റിന്റെ എണ്ണം 3 ആയിട്ടുമുണ്ട്. നേരത്തെ ഒരു 2-3 വർഷം മുമ്പ് വിളിച്ചുകൊണ്ടിരുന്ന സമയത്ത് 2 ഗസറ്റ് പോസ്റ്റിനാണ് വിളിച്ചുകൊണ്ടിരുന്നത്. പിന്നെ കഴിഞ്ഞ 2-3 വർഷമായിട്ട് അത് കണ്ടിട്ടില്ല. നമ്മൾ എപ്പോഴും വീഡിയോ ചെയ്യുന്ന സമയത്ത് പറയാറുമുണ്ട് ദാറ്റ് ഈ ഒരു പോസ്റ്റുകൾ ഇപ്പം കഴിഞ്ഞ 2-3 വർഷമായിട്ട് കണ്ടിട്ടില്ല എന്നുള്ളത്. പക്ഷേ ഈ വട്ടം ആ പോസ്റ്റുകൾ ഇൻക്ലൂഡഡ് ആണ്. പക്ഷെ അതുകൂടാതെ എക്സ്ട്രാ ഒരെണ്ണം കൂടി ഇൻക്ലൂഡ് ആണ്. അതും ഗസറ്റഡ് പോസ്റ്റ് തന്നെയാണ് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇന്നത്തെ സെഷൻ ഫോക്കസ് ചെയ്യുന്നതും നമ്മുടെ SSC CGLന്റെ ഈ ഒരു എക്സാമിൽ നമുക്ക് എന്തൊക്കെ പോസ്റ്റുകളുണ്ട്, എസ്പെഷ്യലി ഫ്രഷേഴ്സിന് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന പോസ്റ്റുകൾ ഏതൊക്കെയാണ് എന്നുള്ളത്. ചിലതിനൊക്കെ ചിലപ്പം എന്തെങ്കിലും സബ്ജക്റ്റ് പഠിച്ചിട്ടുണ്ടായിരിക്കണം, സ്കൂളിലോ അല്ലെങ്കിൽ ആസ് എ സബ്ജക്റ്റ് ഇൻ കോളേജ് പഠിച്ചിട്ടുണ്ടായിരിക്കണം. ചില പോസ്റ്റിന് നമുക്ക് ഈ പറഞ്ഞ പോലെ ഒരു വർഷത്തെ റിസർച്ച് ചെയ്തിട്ടുണ്ടായിരിക്കണം, ലൈക്ക് ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷനിൽ അസിസ്റ്റന്റ് പോസ്റ്റിനൊക്കെ. അപ്പൊ അങ്ങനെയൊക്കെയുള്ള ചില പോസ്റ്റിലുണ്ട്. ലൈക്ക് അതൊരു എല്ലാ ഫ്രഷേഴ്സിനും എഴുതാൻ പറ്റുന്ന ഒരു പോസ്റ്റ് ആയിരിക്കത്തില്ല അത്. പക്ഷെ എല്ലാ ഫ്രഷേഴ്സിനും എഴുതാൻ പറ്റുന്ന പോസ്റ്റുകൾ ഏതൊക്കെ ഉണ്ട് എന്നുള്ളതാണ് നമ്മുടെ ഇന്നത്തെ ഈ ഒരു സെഷനിൽ നമ്മൾ മെയിൻലി ഫോക്കസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. സോ വൺസ് അഗൈൻ എല്ലാവരെയും വെൽക്കം ചെയ്യുന്ന ഈ ഒരു സെഷനിലേക്ക്. സോ ആദ്യം നമുക്ക് SSC CG നോട്ടിഫിക്കേഷനെ കുറിച്ച് ആദ്യം പെട്ടെന്നൊന്ന് മനസ്സിലാക്കാം. എന്നിട്ട് നമ്മൾ പറഞ്ഞ പോലെ ഇതിലെ പോസ്റ്റുകൾ എന്തൊക്കെയാണ് ഈ വർഷം പുതുതായിട്ടുള്ളത്. എസ്പെഷ്യലി കഴിഞ്ഞൊരു 2 വർഷമായിട്ട് അല്ലെങ്കിൽ 1 വർഷമായിട്ടൊക്കെ പഠിക്കാൻ തുടങ്ങിയവരും ഇപ്പൊ ഈ വർഷം തൊട്ട് പഠിക്കാൻ തുടങ്ങിയവർക്കൊക്കെ ഈ പോസ്റ്റുകളിലെ ചില പോസ്റ്റുകളെങ്കിലും കഴിഞ്ഞ 2 വർഷമായിട്ട് കാണാത്തതോ പുതുതായിട്ടുള്ള പോസ്റ്റിലായിരിക്കും. ഇപ്പൊ ഏതൊക്കെയാണ് അത്, അതിൽ ഏതൊക്കെ ആർക്കൊക്കെ പറ്റും ആർക്കൊക്കെ പറ്റത്തില്ല എന്നുള്ളത് കൂടി നമുക്ക് മനസ്സിലാക്കാം. സോ അത് തന്നെ ഈ ഒരു CGLന്റെ നോട്ടിഫിക്കേഷനെ കുറിച്ച് പെട്ടെന്ന് പറയുകയാണെങ്കിൽ നമുക്ക് ഇമ്പോർട്ടൻറ്റ് ഡേറ്റ്സിലേക്ക് വന്ന നമ്മുടെ SSC CGLന്റെ നോട്ടിഫിക്കേഷന്റെ ഒരു വന്നിട്ടുണ്ടായിരുന്നു. അതിന്റെ ഓൺലൈൻ ആപ്ലിക്കേഷൻ പ്രോസസ് ഓൾറെഡി സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു. നമ്മുടെ 21/5/2026 തൊട്ട് 22/6 നമ്മുടെ ജൂൺ 22 വരെയാണ് നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഡേറ്റ്സ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഈ പറയുന്ന പോലെ തന്നെ ഇതിന്റെ ഓൺലൈൻ ഫീസിന്റെ ഒക്കെ പേയ്മെന്റ് ലാസ്റ്റ് ഡേറ്റ് 23 ആണ്, ജൂൺ 23. അതുപോലെ തന്നെ നമുക്ക് ആസ് യൂഷ്വൽ എപ്പോഴും ചെയ്യുന്ന 2022 തൊട്ട് സ്റ്റാർട്ട് ചെയ്ത ഒരു കറക്ഷൻ വിൻഡോ എന്ന് പറയുന്ന ഒരു പ്രോസസ് കൂടി നമുക്ക് ഇവിടെ ഈ വട്ടവും ഉണ്ട്. നമുക്ക് ഒരു 3 ദിവസമാണ് സാധാരണ തരുന്നത്. ഇവിടെ നമുക്കിപ്പോൾ നോക്കിക്കഴിഞ്ഞാലും ഏകദേശം അതേ 3 ദിവസമാണ് നമുക്കിവിടെ കറക്ഷന് വേണ്ടി തന്നിരിക്കുന്നത്. ഞാൻ അപ്ലൈ ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും മിസ്റ്റേക്സ് വന്നിട്ടുണ്ടെങ്കിൽ അത് കറക്റ്റ് ചെയ്യാൻ നമുക്കൊരു 3 ദിവസത്തെ സമയം അവിടെ കിട്ടുന്നുണ്ട്. ഇനി മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് നമ്മുടെ എക്സാമിന്റെ ഡേറ്റ് എപ്പോഴായിരിക്കും. അപ്പോൾ ആ ഒരു ടെൻറ്റേറ്റീവ് എക്സാം ഡേറ്റ്, കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് CBTയുടെ ടെൻറ്റേറ്റീവ് ഡേറ്റ് എന്ന് പറയുന്നത് ഓഗസ്റ്റ് സെപ്റ്റംബർ ആണ് നമുക്ക് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇത് കഴിഞ്ഞ വർഷം ഒരു
എന്താ പറയുക, ഒരു സെപ്റ്റംബർ കഴിഞ്ഞപ്പോൾ തൊട്ടേ നമ്മൾ പറയുന്ന ഒരു കാര്യമാണ് അടുത്ത വർഷം സീജിയൽ എക്സാംസിന് വേണ്ടി പ്രിപ്പയർ ചെയ്യണം, നേരത്തെ വരാൻ സാധ്യതയുണ്ട്. ആൻഡ് കലണ്ടർ വന്നപ്പോഴും ആ പറഞ്ഞ കാര്യങ്ങൾ കറക്റ്റായിട്ട് നേരത്തെ വരാൻ സാധ്യത ഉണ്ടായിരുന്നു. പക്ഷേ എന്തുകൊണ്ടൊക്കെ നോട്ടിഫിക്കേഷൻ ലേറ്റ് ആയി. അതുകൊണ്ട് കുറച്ച് പേർക്കെങ്കിലും അത് പിന്നെയും പ്രിപ്പയർ ചെയ്യാൻ കുറെ കൂടി സമയം കിട്ടി. അപ്പോൾ പക്ഷേ ഇനി മുമ്പിലോട്ടുള്ള സമയം നമുക്ക് ഈ പറഞ്ഞ പോലെ നിങ്ങൾക്കറിയാം ജൂൺ ജൂലൈ 2 മാസമാണ് നമുക്കുള്ളത്. ഓഗസ്റ്റ് മേ ബി ഒരു പകുതിക്കെങ്കിലും എക്സാം സ്റ്റാർട്ട് ആയാൽ പോലും നമുക്ക് 2-2.5 മാസത്തോളമാണ് ഇനി സമയമുള്ളത്. സോ ഈ 2.5 മാസം ഏറ്റവും കൂടുതൽ മോക്ക് ടെസ്റ്റ് ഒക്കെ ചെയ്ത് ഈ പുതിയ ഇൻട്രൊഡ്യൂസ് ചെയ്ത സെക്ഷണൽ ടൈമിംഗ് അനുസരിച്ച് നിങ്ങളുടെ സ്പീഡും കാര്യങ്ങളൊക്കെ ഇംപ്രൂവ് ചെയ്ത് കൊണ്ടുവരിക എന്നുള്ളതാണ് ഇനിയുള്ള ഈ 2.5 മാസം നിങ്ങളുടെ ലാസ്റ്റ് റിവിഷൻ ആൻഡ് ഈ മോക്ക് ടെസ്റ്റ് ചെയ്ത് പ്രാക്ടീസ് ചെയ്യുക. യൂഷ്വലി നമ്മുടെ കട്ട് ഓഫ് വരുന്ന എത്രയാണോ അതിലേക്ക് നമ്മുടെ മാർക്കിനെ കൊണ്ടുവരാൻ നോക്കുക. ഡെഫിനറ്റ്ലി കട്ട് ഓഫിൽ ഈ വർഷം നല്ലൊരു വ്യത്യാസം വരും, സെക്ഷണൽ ടൈമിംഗ് കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടായതുകൊണ്ട്. എന്നാലും നമ്മുടെ കഴിഞ്ഞ കുറെ ഒരു 4-5 വർഷത്തെ കട്ട് ഓഫ്സ് നോക്കി കഴിഞ്ഞാൽ ഏത് റേഞ്ചിലാണ് നിങ്ങൾക്ക് അറിയാം. ഒരു 152, 153 നമ്മുടെ ടിയർ 1 കട്ട് ഓഫ് കാണുന്നത്. കഴിഞ്ഞ വട്ടം മാത്രം കട്ട് ഓഫ് കുറച്ച് കുറവായിരുന്നു, 136 ആയിരുന്നു. പക്ഷേ 36, 37. പക്ഷേ സാധാരണ നമ്മൾ കാണുന്നത് 152 തൊട്ട് 153 സാധാരണ കാണുന്ന കട്ട് ഓഫ്. സോ നിങ്ങൾ 155 തൊട്ട് 160 തന്നെ ഒരു ടാർഗറ്റ് ആയിട്ട് കീപ്പ് ചെയ്ത് തന്നെ നിങ്ങളുടെ മോക്ക് ടെസ്റ്റുകൾ ചെയ്യും. ഇനിയുള്ള 2.5 മാസം മോക്ക് ടെസ്റ്റ് ഒക്കെ ചെയ്ത് ആ ഒരു സ്കോർ വളരെ കൺസിസ്റ്റന്റ് ആയിട്ട് കിട്ടുന്ന രീതിയിലേക്ക് 155, 160 വളരെ കൺസിസ്റ്റന്റ് ആയിട്ട് ഏത് സ്ഥലത്ത് നിന്ന് മോക്ക് ചെയ്താലും ഈ ഒരു സ്കോർ വരും എന്നുള്ള ലെവലിലേക്ക് ഇംപ്രൂവ് ചെയ്യാനുള്ള സമയമാണ് അടുത്ത 2.5 മാസം എന്ന് പറയുന്നത്. ഇനി ഇത് കഴിഞ്ഞ് നമ്മുടെ ടിയർ 1 എക്സാമിന് സെലക്ട് ആവുന്ന കാൻഡിഡേറ്റ്സ് ആയിരിക്കും നമ്മുടെ സീജന്റെ ടിയർ 2 എക്സാമിലേക്ക് പോകാൻ പോകുന്നത്. ആ ടിയർ 2 എക്സാം നമുക്ക് ഡിസംബർ 2026 നടക്കാൻ പോകുന്നത്, ഈ വർഷം അവസാനം. പിന്നെ ആപ്ലിക്കേഷൻ ഫോമിന്റെ സമയത്ത് ഏതെങ്കിലും രീതിയിലുള്ള ഡിഫിക്കൽട്ടിയോ ഡൗട്ട്സോ ഉണ്ടെങ്കിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്യാൻ വേണ്ടി, സ്റ്റുഡൻസിനെ കോൺടാക്ട് ചെയ്യാൻ വേണ്ടി, ആപ്ലിക്കൻസിനെ കോൺടാക്ട് ചെയ്യാൻ വേണ്ടി ഒരു ടോൾ ഫ്രീ നമ്പർ കൂടി ആസ് യൂഷ്വൽ ഇപ്പോൾ SSC എപ്പോഴും റിലീസ് ചെയ്യാറുണ്ട്. സോ അങ്ങനെ ടോൾ ഫ്രീ നമ്പർ കൂടി ഇവിടെ റിലീസ് ചെയ്തിട്ടുണ്ട്, 1800-309-3063. അപ്പോൾ അപ്ലൈ ചെയ്യുന്നവർ ഉറപ്പായിട്ടും നോട്ട് ചെയ്യേണ്ട ഒരു നമ്പർ കൂടിയാണ് ഇതെന്ന് പറയുന്നത്. അപ്പോൾ ഇമ്പോർട്ടൻറ്റ് ഡേറ്റ്സും എക്സാമിന്റെ ഡേറ്റ്സും ഇമ്പോർട്ടൻറ്റ് ടോൾ ഫ്രീ നമ്പറും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തന്നെ നോട്ട് ചെയ്ത് വെക്കുക. അപ്പോൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണെങ്കിൽ ഉറപ്പായിട്ടും സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കുക. അപ്പോൾ ഫ്യൂച്ചറിൽ പിന്നെ നമുക്ക് റെഫറൻസിനായിട്ട് യൂസ് ചെയ്യാൻ വേണ്ടി. ഇനി നമുക്ക് ഈ ഒരു നോട്ടിഫിക്കേഷനെ കുറിച്ച്, വന്ന നോട്ടിഫിക്കേഷനെ കുറിച്ച് നമ്മളൊന്ന് ഇൻ ജനറൽ ഒന്ന് നോക്കുകയാണെങ്കിൽ നമ്മുടെ SSC സീജലിന്റെ നോട്ടിഫിക്കേഷൻ 2026 നമുക്കറിയാം. സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻ നമ്മുടെ സെൻട്രൽ ഗവൺമെന്റ് ഡിഫറെന്റ് ഏജൻസി അല്ലെങ്കിൽ ഡിഫറെന്റ് ഓർഗനൈസേഷനിലേക്കുള്ള റിക്രൂട്ട്മെന്റ് ആണ് നമ്മുടെ SSC സീജൽ എക്സാം വഴി കണ്ടക്ട് ചെയ്യുന്നത്. ഏറ്റവും നല്ല പോസ്റ്റിലേക്കാണ് അത് നമ്മുടെ റിക്രൂട്ട്മെന്റ് നടക്കുന്നത്. എന്ന് പറഞ്ഞാൽ ലെവൽ 8 തൊട്ട് ലെവൽ 4 വരെയുള്ള പോസ്റ്റിലേക്കുള്ള റിക്രൂട്ട്മെന്റ്സ് ആണ് നടക്കുന്നത്. അപ്പം ഗസറ്റഡ് തൊട്ട് നമ്മുടെ ഗ്രൂപ്പ് ബി ഗസറ്റഡ് പോസ്റ്റുകൾ തൊട്ട് ഗ്രൂപ്പ് സി പോസ്റ്റുകൾ വരെയാണ് അതിൻ്റെ അകത്ത് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. ഇനി നമ്മുടെ ആ ഒരു നോട്ടിഫിക്കേഷൻ നമ്പർ കൊടുത്തിട്ടുണ്ട്. ആൻഡ് ഈ വർഷത്തെ വേക്കൻസി നമ്മൾ പറഞ്ഞ പോലെ തന്നെ മോർ ദാൻ 10,000 വേക്കൻസി കാണും നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അറൌണ്ട് 12,000 വേക്കൻസീസ് എന്തായാലും കാണും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ വട്ടവും 15 അടുപ്പിച്ചുണ്ടായിരുന്നു. അപ്പോൾ ഈ വട്ടവും നമുക്ക് 12,256 ആണ് ടെൻറ്റേറ്റീവ് വേക്കൻസി കറന്റ്. ഉറപ്പായിട്ടും എല്ലാ വർഷവും ഈ വേക്കൻസിയിൽ ഒരു 500 തൊട്ട് ഒരു 2000 വരെയൊക്കെ ഇൻക്രീസ് വരാറുണ്ട്. അപ്പോൾ ആ ഒരു ഇൻക്രീസ് നമുക്ക് ഈ നോട്ടിഫിക്കേഷനിൽ നമുക്ക് പ്രതീക്ഷിക്കാം. കഴിഞ്ഞ വട്ടവും നമുക്ക് നോട്ടിഫിക്കേഷൻ വന്ന സമയത്ത് 14,500 സംതിങ് വേക്കൻസി ആയിരുന്നു വന്നിരുന്നത്, അറൌണ്ട് 14,500. എന്നിട്ട് പിന്നെ അത് കൂടി 15,130 വേക്കൻസിലേക്ക് കൂടിയായിരുന്നു. സോ അതേപോലെ തന്നെ നമുക്ക് ഏകദേശം ഒരു 600-700ന്റെ ഇൻക്രീസ് ഉണ്ടായിരുന്നു കഴിഞ്ഞ വർഷവും. സോ ഈ വർഷവും നമുക്ക് ഈ പറഞ്ഞ ആ ഒരു ഇൻക്രീസ് എല്ലാ വർഷവും വരുന്നതാണ്. സോ ഈ ഒരു വർഷവും നമുക്ക് ആ ഒരു ഇൻക്രീസ് പ്രതീക്ഷിക്കാം. അപ്പോൾ 12,256 എന്നുള്ള വേക്കൻസി മേ ബി അറൌണ്ട് ഒരു ഏറ്റവും മിനിമം ഒരു 10,000 അടുപ്പിച്ചെങ്കിലും പോകാൻ സാധ്യതയുണ്ട് നമ്മുടെ മുമ്പിലോട്ടുള്ള പ്രോസസ്സ് നടക്കുന്ന സമയത്ത്. എക്സാം കംപ്ലീറ്റ്ലി ഓൺലൈൻ മോഡിലാണ് നടക്കുന്നത്. രജിസ്ട്രേഷൻ ഡേറ്റ്സിനെ കുറിച്ച് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തു. ഇനി നമുക്ക് വേണ്ടിയത് ബാച്ചിലർ ഡിഗ്രി ആണ് ഫ്രം എ റെക്കഗ്നൈസ്ഡ് യൂണിവേഴ്സിറ്റി ഓർ ഇൻസ്റ്റിറ്റ്യൂട്ട്. പക്ഷെ അതിൽ ചില പോസ്റ്റുകൾക്ക് ചില കാര്യങ്ങൾ കുറച്ചുകൂടി എടുത്തു പറയുന്നുണ്ട്. അത് നമുക്ക് നോക്കാം. നമ്മൾ നേരത്തെ പറഞ്ഞ ഈ ഒരു സെഷൻ മെയിൻലി ഫോക്കസ് ചെയ്യുന്നത് ഈ ഒരു ഫ്രഷേഴ്സിന് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഏതൊക്കെയാണ്, ലൈക്ക് എല്ലാ ഫ്രഷേഴ്സിനും അപ്ലൈ ചെയ്യാൻ പറ്റുന്ന പോസ്റ്റുകൾ ഏതൊക്കെയാണ് എന്നുള്ളതാണ്. നമുക്ക് അതിലേക്ക് നമുക്ക് വരാം. പിന്നെ 18 വയസ്സ് തൊട്ട് 32 വയസ്സ് വരെയാണ് നമ്മുടെ ഏജ് ലിമിറ്റ് വരുന്നത്. പക്ഷെ അതിനും ചില പോസ്റ്റുകൾക്ക് 30, ചില പോസ്റ്റുകൾക്ക് അങ്ങനെ വ്യത്യാസങ്ങൾ വരുന്നുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ച് നമുക്ക് നോക്കാം. സെലക്ഷൻ പ്രോസസ് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ 2 ടിയറിലാണ് നടക്കുന്നത്. ആദ്യമേ ടിയർ 1 ക്വാളിഫയിങ് ആണ്, നമുക്കൊരു കട്ട് ഓഫ് ആണ്. ആ കട്ട് ഓഫ് ക്ലിയർ ചെയ്യണം. അത് കട്ട് ഓഫ് ക്ലിയർ ചെയ്യുന്നവർ രണ്ടാമത്തെ എക്സാമിലേക്ക് പോകും. രണ്ടാമത്തെ എക്സാമിന് എത്ര സ്കോർ ഉണ്ടോ അതിനനുസരിച്ചാണ് നമ്മളുടെ സെലക്ഷൻ വരുന്നത്, ഏത് ഡിപ്പാർട്ട്മെന്റ് ആണ്, ഏത് പോസ്റ്റ് ആണ് എന്നുള്ളതൊക്കെ നമുക്ക് വരുന്നത്. ഇനി ആപ്ലിക്കേഷൻ ഫീസിലേക്ക് വന്നു കഴിഞ്ഞാൽ ജനറൽ കാൻഡിഡേറ്റ്സിന് ₹100 ആണ് വരുന്നത്. വുമൺ കാൻഡിഡേറ്റ്സിനും SC ST PWD അതേപോലെ തന്നെ അങ്ങനെയുള്ള കാൻഡിഡേറ്റ്സിനൊക്കെ ഒന്നും നമുക്ക് ഈ പറയുന്ന പോലെ ഫീസ് ഇല്ല.
അത് മെയിൽ ജനറൽ കാൻഡിഡേറ്റ്സിന് ആൻഡ് OBC കാൻഡിഡേറ്റ്സിന് വരുന്നത് 100 rupees ആണ് വരുന്നത്. ഇനി സാലറി നമ്മൾ പറഞ്ഞ പോലെ തന്നെ ലെവൽ 4 തൊട്ട് ലെവൽ 8 വരെയുള്ള പോസ്റ്റിലുണ്ട്. സോ ഒരു സാലറി റഫായിട്ട് പറയുവാണെങ്കിൽ നമുക്കൊരു എന്താ പറയുക ഒരു 40,000 തൊട്ട് ഏകദേശം ഒരു കൈ കിട്ടുന്ന സാലറി വെച്ച് പറയുവാണെങ്കിൽ ഒരു 40,000 ടു ഒരു 90,000 1 lakh ഒരു 1 ലക്ഷം അടുപ്പിച്ച് എന്ന് തന്നെ പറയേണ്ടി വരും. ഒരു 1 lakh ആ ഒരു റേഞ്ചിലാണ് സാലറി വരുന്ന പോസ്റ്റിലാണ് നമുക്ക് ഇവിടെ വരുന്നത്. ഇനി ടോൾ ഫ്രീ നമ്പറിനെ കുറിച്ച് നമ്മൾ ഓൾറെഡി പറഞ്ഞു. ഒഫീഷ്യൽ വെബ്സൈറ്റ് നിങ്ങൾക്ക് നോട്ട് ചെയ്യാം. അപ്പോൾ ഇതും നിങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കാം. ഇനി കുറച്ച് കാര്യങ്ങൾ പെട്ടെന്നൊന്ന് പറഞ്ഞുവാണെങ്കിൽ, ഒന്ന് ഈ വർഷത്തെ ഒരു വലിയ ഹൈലൈറ്റ് എന്താന്ന് പറഞ്ഞാൽ ദിസ് ഇയർ അസിസ്റ്റന്റ് ഓഡിറ്റ് ഓഫീസറും അസിസ്റ്റന്റ് അക്കൗണ്ട് ഓഫീസറും ഇത് രണ്ടിനെയും നോട്ടിഫിക്കേഷൻ വീണ്ടും വിളിച്ചിട്ടുണ്ട്. കഴിഞ്ഞ 2-3 വർഷമായിട്ട് കാണാതിരുന്ന ഒരു ഗസറ്റഡ് പോസ്റ്റുകളാണ് ഇത് CGL. പക്ഷേ കുറേ നാളായിട്ട് കാണുന്നില്ലായിരുന്നു. അപ്പോൾ ഇനി തൊട്ട് അതെങ്ങനെ ഫിൽ ചെയ്യോ ഇല്ലയോ എന്ന് ഡൗട്ട് ഉണ്ടായിരുന്നു. പക്ഷേ ഈ വട്ടം തൊട്ട് വീണ്ടും അത് വിളിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിന്റെ ഒരു മിനിമം പേ സ്കെയിലാണ് ഈ കാണുന്നത്. അതിൽ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഇൻക്ലൂഡ് ആയി കഴിയുമ്പോൾ സാലറി ഏകദേശം 1 lakh പ്ലസ് വരും. സ്റ്റാർട്ടിംഗ് സാലറി ഏകദേശം ഒരു 1 lakh അടുപ്പിച്ച് വരും, 1 lakh പ്ലസ് വരും. അപ്പോൾ അതാണ് ഈ വർഷത്തെ നോട്ടിഫിക്കേഷനിൽ ഒരു വളരെ ഇമ്പോർട്ടൻറ്റ് ഹൈലൈറ്റ്. രണ്ടാമത്തെ ഹൈലൈറ്റ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, സെക്ഷണൽ ടൈമിംഗ് ഇൻട്രൊഡ്യൂസ് ചെയ്തു എന്നുള്ളതാണ്. എക്സാം പോയിന്റ് ഓഫ് വ്യൂലേക്ക് വരുമ്പോൾ വലിയൊരു ഹൈലൈറ്റ്. വേക്കൻസി കമ്പയർ ചെയ്യുവാണെങ്കിലും അത്യാവശ്യം നല്ലൊരു വേക്കൻസിക്കാണ് വിളിച്ചിരിക്കുന്നത്. നമുക്കറിയാം കഴിഞ്ഞൊരു 10 വർഷം അടുപ്പിച്ചുള്ള വേക്കൻസീസ് ആണ് നിങ്ങൾ ഈ കാണുന്നത്. ആ 10 വർഷം അടുത്തുള്ള വേക്കൻസി നോക്കിയാൽ ഏറ്റവും കൂടുതൽ വേക്കൻസി വന്ന എപ്പോഴാണെന്ന് നോക്കി കഴിഞ്ഞാൽ 2022 നമ്മൾ പറഞ്ഞ ആ ഒരു എക്സാമിന്റെ പാറ്റേൺ ഒക്കെ മാറി ആ ഒരു വർഷം തന്നെ ആയിരുന്നു ഏറ്റവും കൂടുതൽ വേക്കൻസി ഇന്നുവരെ കണ്ടിട്ടുള്ളതിൽ തന്നെ. കഴിഞ്ഞ 10 വർഷമല്ല, ഇന്നുവരെ കണ്ടിട്ടുള്ളതിൽ തന്നെ CGL ഏറ്റവും ഹയസ്റ്റ് വേക്കൻസി ആയിരുന്നു 37,409 എന്ന് പറയുന്ന വേക്കൻസി എന്ന് പറയുന്നത് 2022. അതിനുശേഷം പിന്നെ നമ്മൾ നോക്കി കഴിഞ്ഞാൽ 2024 നമുക്ക് 18,000 വേക്കൻസി ഉണ്ടായിരുന്നു. 2025 15,130 വേക്കൻസി ഉണ്ടായിരുന്നു. ആൻഡ് ഈ വർഷം നമുക്ക് ഇപ്പൊ കറന്റ് വിളിച്ചേക്കുന്ന അനുസരിച്ച് 12,256 ഉണ്ട്. നമുക്കതൊരു 13,000 വരെയൊക്കെ പോകാം. ഓർ മേ ബി അതിനേക്കാളും കൂടുതൽ പോകാൻ സാധ്യതയുണ്ട്. ഒരുപാട് പോകത്തില്ല. ലൈക്ക് ഒരു മാക്സിമം പോകുന്നത് യൂഷ്വലി എപ്പോഴും കാണുന്നത് ഒരു 500 തൊട്ട് 2,000 അതിന്റെ അകത്തുള്ള ഒരു ഇൻക്രീസ് ആയിരിക്കും നമ്മൾ കൂടുതലും കാണുന്നത്. ഒരു 500 to 1,000 മാക്സിമം 2,000 അത്രയൊക്കെ ഇൻക്രീസ് ആകത്തുള്ളൂ. അതിൽ കൂടുതൽ ഇൻക്രീസ് വരാൻ സാധ്യത വളരെ കുറവാണ്. അപ്പോൾ നമുക്ക് കാണാൻ പറ്റും അത്യാവശ്യം നല്ലൊരു വേക്കൻസി നമ്മുടെ ലാസ്റ്റ് 5 years എടുക്കുകയാണെങ്കിൽ അത്യാവശ്യം ഒരു നല്ലൊരു വേക്കൻസിക്ക് വിളിച്ചിട്ടുണ്ട്. പണ്ട് നമുക്ക് എല്ലാം 7,000 8,000 റേഞ്ചിലാണ് വിളിച്ചുകൊണ്ടിരുന്നത്. പിന്നെ ഇപ്പൊ കഴിഞ്ഞ കുറച്ച് വർഷമായിട്ടെങ്കിലും 10,000 പ്ലസ് വേക്കൻസിക്ക് മിക്ക വർഷവും വിളിക്കുന്നുണ്ട്. എക്സാംസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നിങ്ങൾക്കറിയാം നമ്മുടെ ഒബ്ജക്റ്റീവ് ടൈപ്പ് Tier 1 എക്സാം എന്ന് പറയുന്ന ക്വാളിഫയിങ് ആണ്. ഒബ്ജക്റ്റീവ് ടൈപ്പ് ആണ് നടക്കുന്നത്. കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് ആണ്. അത് കഴിഞ്ഞ് സെലക്ട് ആവുന്ന കാൻഡിഡേറ്റ്സ് Tier 2ലേക്ക് പോകും. Tier 2 പേപ്പർ 1 എല്ലാവർക്കും കമ്പൽസറി ആണ്. പിന്നെ പേപ്പർ 2 എന്ന് പറയുന്നത് നമ്മുടെ ജൂനിയർ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസറിന് വേണ്ടിയുള്ള ആ ഒരു പോസ്റ്റിന് വേണ്ടിയുള്ള പേപ്പറാണ്. അത് അവർക്ക് മാത്രം, ആ ഒരു പേപ്പർ എഴുതുന്നവരും ക്വാളിഫൈ ആവുന്നവരും മാത്രം അതിലേക്ക് അപ്ലൈ ചെയ്യുന്നവർ മാത്രം ആ ഒരു പേപ്പർ ക്വാളിഫൈ ആണെങ്കിൽ എഴുതിയാൽ മതി. പിന്നെ അസിസ്റ്റന്റ് ഓഡിറ്റ് ഓഫീസർ ഈ വട്ടം തൊട്ട് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടായതുകൊണ്ട് അവർക്ക് ആണ് പേപ്പർ 3 വരുന്നത്. ആ ഒരു അസിസ്റ്റന്റ് ഓഡിറ്റ് ഓഫീസറിന് ഒരു കട്ട് ഓഫ് ഉണ്ടായിരിക്കും. ആ കട്ട് ഓഫ് ക്ലിയർ ചെയ്യുന്ന കാൻഡിഡേറ്റ്സ് അതിലേക്ക് അപ്ലൈ ചെയ്ത് ആ കട്ട് ഓഫ് ക്ലിയർ ചെയ്യുന്ന കാൻഡിഡേറ്റ്സ് അസിസ്റ്റന്റ് ഓഡിറ്റ് ഓഫീസറിന്റെ എക്സാമിന് വേണ്ടിയുള്ള സെക്കൻഡ് എക്സാമിൽ പേപ്പർ 3 എഴുതേണ്ടി വരും അവർക്ക്. ഇപ്പം നമ്മുടെ സാധാരണ CGL ഒരു കട്ട് ഓഫ് ഉണ്ടായിരിക്കും. പേപ്പർ 1 ഒരു കട്ട് ഓഫ് ഉണ്ടായിരിക്കും. ആ കട്ട് ഓഫ് നമ്മുടെ സാധാരണ എല്ലാ പോസ്റ്റുകൾക്കും ഉള്ളതാ. പക്ഷെ ഈ JSO എന്ന് പറയുന്ന പോസ്റ്റിന് സെപ്പറേറ്റ് കട്ട് ഓഫ് ആയിരിക്കും വരുന്നത്. അതുപോലെ തന്നെ അസിസ്റ്റന്റ് ഓഡിറ്റ് ഓഫീസറിന് സെപ്പറേറ്റ് കട്ട് ഓഫ് ആയിരിക്കും വരുന്നത്. അപ്പൊ അതിലേക്ക് അപ്ലൈ ചെയ്യുന്നവർ ഈ സാധാരണ CGL കട്ട് ഓഫ് കൂടാതെ ഈ പോസ്റ്റിനുള്ള കട്ട് ഓഫ് കൂടി ക്ലിയർ ചെയ്താൽ അവർക്ക് ആ പോസ്റ്റിൽ കൂടി സെക്കൻഡ് പേപ്പർ അറ്റൻഡ് ചെയ്യാൻ പറ്റും. അവർക്ക് മാത്രമേ ആ സെക്കൻഡ് പേപ്പർ അറ്റൻഡ് ചെയ്യാൻ പറ്റൂ. പേപ്പർ 1 ക്ലിയർ ചെയ്തു എന്ന് പറഞ്ഞ് ഒരിക്കലും ഈ പറയുന്ന നമ്മുടെ CGLന്റെ യൂഷ്വൽ നോർമൽ കട്ട് ഓഫ് ക്ലിയർ ചെയ്തു എന്ന് പറഞ്ഞാൽ ഒരിക്കലും മറ്റേ 2 എക്സാമിന്റെ പേപ്പർ സെക്കൻഡ് എക്സാം അറ്റൻഡ് ചെയ്യാൻ പറ്റത്തില്ല. അത് അറ്റൻഡ് ചെയ്യണമെങ്കിൽ അതിന്റെ പോസ്റ്റിന് തന്നെ ഒരു കട്ട് ഓഫ് ഉണ്ടായിരിക്കും. അത് ക്ലിയർ ചെയ്തിട്ടുണ്ടായിരിക്കണം. ഇനി നമുക്ക് ഇതിലെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് നിങ്ങൾക്കറിയാം ഇവിടുത്തെ Tier 1 എക്സാം ആണ്. ഇതിലൊരു വലിയ ചേഞ്ച് വന്നത്. സബ്ജക്റ്റ് ഒക്കെ അത് തന്നെയാണ്. റീസണിങ്, ജനറൽ അവയർനെസ്, ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ്, ഇംഗ്ലീഷ്. നമ്മുടെ 25 ക്വസ്റ്റ്യൻ വെച്ച് 4 സബ്ജക്റ്റ്. ഓരോ ക്വസ്റ്റിനും 2 മാർക്കാണ് ക്യാരി ചെയ്യുന്നത്. അപ്പൊ 2 മാർക്ക് ക്യാരി ചെയ്യുമ്പോൾ നമുക്ക് 25 ക്വസ്റ്റിനും 50 മാർക്കും, അങ്ങനെയാണെങ്കിൽ 100 ക്വസ്റ്റിനും 200 മാർക്കും. സാധാരണ ഉള്ള പോലെ തന്നെ ശരിയാണെങ്കിൽ +2, തെറ്റാണെങ്കിൽ നമുക്ക് 1/4 0.5 മാർക്ക് പോകും. പക്ഷെ എന്താണ് 60 മിനിറ്റ് സാധാരണ ഉള്ള പോലെ തന്നെ 1 മണിക്കൂറുടെ എക്സാമും ആണ്. പക്ഷെ എന്താണ് പുതിയതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ആദ്യമായിട്ട് ഈ സെക്ഷണൽ ടൈമിംഗ് കാണാൻ പോവാണ്. 15 മിനിറ്റിന്റെ ടൈമർ എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രശ്നം. എന്തുകൊണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡിന് 15 മിനിറ്റ്, അതേപോലെ തന്നെ നമ്മുടെ GKക്കും 15 മിനിറ്റ് ആണ്, ഇംഗ്ലീഷിനും 15 മിനിറ്റ് ആണ്. അപ്പൊ അതാണ് ഒരു പ്രശ്നം. ഇപ്പൊ റീസണിംഗ് നമുക്ക് 15 മിനിറ്റ് വേണം, അത് നമുക്കറിയാം. ഏകദേശം 15 മിനിറ്റ് എന്തായാലും വേണം. പക്ഷെ നമ്മൾ യൂഷ്വലി എപ്പോഴും ചെയ്യുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ജനറൽ അവയർനെസ്സിന് നമ്മൾ ഒരു 5 തൊട്ട് 6 മിനിറ്റ് എഴുതിയിട്ട് ഇംഗ്ലീഷിന് ഒരു 10 തൊട്ട് 12 മിനിറ്റിൽ എഴുതിയിട്ട്
ബാക്കിയുള്ള സമയമെല്ലാം നമ്മൾ കൊടുക്കുന്ന ആർക്കാ? മാത്സിന്, ക്വാണ്ടിറ്റി ആപ്റ്റിറ്റ്യൂഡിനാണ് നമ്മൾ കൊടുക്കുന്നത്. പക്ഷേ ഈ വർഷം തൊട്ട് നമുക്ക് അത് പറ്റത്തില്ല. 15 മിനിറ്റ് മാത്രമായിരിക്കും ആ ഒരു ഏരിയക്ക് നമുക്ക് കിട്ടാൻ പോകുന്നത്. ഇപ്പൊ കഴിഞ്ഞ വർഷത്തെ സീജലിന്റെ എക്സാം വെച്ച് നോക്കുവാണെങ്കിൽ കഴിഞ്ഞ വർഷത്തെ സീജലിന്റെ ഏറ്റവും എളുപ്പമുള്ള ഒരു ഏരിയ മാത്സിന്റെ ഏരിയ ആയിരുന്നു. അത്രയും സിമ്പിൾ ക്വസ്റ്റ്യൻസ് ആയിരുന്നു ചോദിച്ചിരുന്നത്. അപ്പൊ ആ ഒരു ലെവൽ അല്ലെങ്കിൽ ആ ഒരു സ്റ്റാൻഡേർഡ് തന്നെ കീപ്പ് ചെയ്തുകൊണ്ടാണ് ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ പോകുന്നതെങ്കിൽ 15 മിനിറ്റ് വലിയൊരു കുഴപ്പം ഉണ്ടാവാൻ സാധ്യതയില്ല. മിക്ക ആൾക്കാർക്ക് അത്യാവശ്യം ഒരു അറ്റംപ്റ്റ് കൊടുക്കാൻ പറ്റും. ലൈക്ക് ഒരു 18+ അറ്റംപ്റ്റ് കൊടുക്കാൻ പറ്റും 15 മിനിറ്റ് കൊണ്ട്. അത്രയും സിമ്പിൾ ക്വസ്റ്റ്യൻസ് ആണ് ചോദിക്കാൻ പോകുന്നതെങ്കിൽ. പക്ഷെ ഓർ അതിനേക്കാളും സിമ്പിൾ ആണ് ചോദിക്കാൻ. ഇപ്പൊ സെക്ഷൻ ടൈമിൽ കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. മേ ബി ക്വസ്റ്റ്യൻസ് കുറച്ചുകൂടി സിമ്പിൾ ആക്കാൻ സാധ്യതയുണ്ട്. ലൈക്ക് കഴിഞ്ഞ വർഷം ഭയങ്കര സിമ്പിൾ ആയിരുന്നു, ഈ വർഷം ഇനിയും സിമ്പിൾ ആക്കാൻ സാധ്യതയുണ്ട് എന്നാണ് ഇങ്ങനെ സെക്ഷൻ ടൈമിംഗ് കൂടി വന്നിട്ടുണ്ടായോണ്ട്. പക്ഷെ ക്വസ്റ്റിന്റെ ലെവൽ ബെറ്റർ ആവുകയാണെങ്കിൽ നമുക്ക് ആ 15 മിനിറ്റിൽ ആ ഒരു മാത്സിന്റെ ഏരിയ ഹാൻഡിൽ ചെയ്യാന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമായിരിക്കത്തില്ല. വളരെയധികം പ്രാക്ടീസ് വേണം. ഇനി നമുക്ക് നമ്മുടെ മെയിൻ കാര്യത്തിലേക്ക് കടക്കാം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ ഈ ഒരു സെഷൻ ഫോക്കസ് ചെയ്യുന്ന ഫ്രഷേഴ്സിന് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന പോസ്റ്റുകളെ കുറിച്ചാണ്. അപ്പോൾ നമ്മുടെ നോട്ടിഫിക്കേഷനിൽ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ കൊടുത്തിട്ടുണ്ട്. ആ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ ഒക്കെ നോക്കുന്നത് നമ്മുടെ ഓഗസ്റ്റ് നമ്മുടെ ഓഗസ്റ്റ് 1 ഡേറ്റിനെ റെഫറൻസ് വെച്ചുകൊണ്ടാണ് നോക്കുന്നത്. ഇതിൽ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ അസിസ്റ്റന്റ് ഓഡിറ്റ് ഓഫീസർ, നമ്മുടെ ഗസറ്റഡ് പോസ്റ്റ് അസിസ്റ്റന്റ് ഓഡിറ്റ് ഓഫീസറും അസിസ്റ്റന്റ് അക്കൗണ്ട്സ് ഓഫീസറും എഴുതാൻ ബാച്ചുലർ ഡിഗ്രി എന്തായാലും വേണം. ഇത് കൂടാതെ ഡിസൈറബിൾ ആയിട്ട്, ലൈക്ക് നിർബന്ധമില്ല, ഡിസൈറബിൾ ആയിട്ട് CAO, കോസ്റ്റ് ആൻഡ് മാനേജ്മെന്റ് അക്കൗണ്ടന്റോ അല്ലെങ്കിൽ കമ്പനിയുടെ സെക്രട്ടറി, മാസ്റ്റേഴ്സ് ഇൻ കൊമേഴ്സ്, MBA, മാസ്റ്റേഴ്സ് ഇൻ ബിസിനസ് സ്റ്റഡീസ്, ഇതൊക്കെ ഉണ്ടെങ്കിൽ അത് കുറച്ചുകൂടി ഡിസൈറബിൾ ആയിരിക്കും. ഓക്കെ, അപ്പോൾ പക്ഷെ ബാച്ചിലേഴ്സിന് ഉറപ്പായിട്ടും എഴുതാൻ പറ്റും. അവിടെ ഈ ബാക്കിയുള്ള ഡിസൈറബിൾ ആണ്. ഇനി പക്ഷെ JSO, ജൂനിയർ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസറിലേക്ക് വന്നാൽ അത് എല്ലാവർക്കും എഴുതാൻ പറ്റത്തില്ല. ബാച്ചിലർ ഡിഗ്രി വേണം. പക്ഷെ അത് കൂടാതെ നമ്മുടെ 12th സ്റ്റാൻഡേർഡിൽ മാത്സിന് 60% മാർക്ക് മിനിമം ഉണ്ടായിരിക്കണം. അല്ലെങ്കിൽ ഓർ നിങ്ങൾ സ്റ്റാറ്റിസ്റ്റിക്സ് ഒരു പേപ്പർ ആയിട്ട് ഗ്രാജുവേഷനിൽ പഠിച്ചിട്ടുണ്ടായിരിക്കണം. അപ്പൊ ഇത് എല്ലാവരും ഉണ്ടാവാൻ സാധ്യതയില്ല. ഇപ്പൊ മാത്സിന് 60% ക്ലാസ് 12th സയൻസ് എടുത്ത മാത്സ് എടുത്ത സ്റ്റുഡൻസിനെ അത് കാണത്തുള്ളൂ. അപ്പൊ അഗെയിൻ ആ ഒരു കാറ്റഗറിക്ക് മാത്രമേ ആ എക്സാമിലേക്ക് എഴുതാൻ പറ്റത്തുള്ളൂ. ഇനി അതിലും അങ്ങനെ മാത്സ് എടുത്ത് പഠിച്ചവരാണെങ്കിൽ അവർക്ക് 60% മാർക്ക് ഉണ്ടായിരിക്കണം. ഇല്ലെങ്കിൽ അവർ സ്റ്റാറ്റിസ്റ്റിക്സ് ഒരു പേപ്പർ ആയിട്ട് പഠിച്ചിട്ടുണ്ടായിരിക്കണം ഗ്രാജുവേഷനിൽ. അപ്പൊ അഗെയിൻ നമ്മൾ പറഞ്ഞ പോലെ എല്ലാ ഫ്രഷേഴ്സിനും എഴുതാൻ പറ്റുന്ന ഒരു എക്സാം പോസ്റ്റ് അല്ല നമ്മുടെ ഈ JSO എന്ന് പറയുന്നത്. പിന്നെ നമ്മുടെ സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻവെസ്റ്റിഗേറ്റർ ഗ്രേഡ് 2 എന്ന് പറയുന്ന ഒരു പോസ്റ്റ് ഉണ്ട്. അതിനും ഗ്രാജുവേഷൻ ഡിഗ്രി വേണം. പക്ഷെ ഗ്രാജുവേഷൻ ഡിഗ്രി മാത്രം പോരാ, അതിന്റെ കൂടെ എക്കണോമിക്സോ സ്റ്റാറ്റിസ്റ്റിക്സോ മാത്സോ ഒരു കമ്പൽസറി സബ്ജക്റ്റ് ആയിട്ട് അവർ പഠിച്ചിട്ടുണ്ടായിരിക്കണം എന്നുള്ളതാണ് അവർ എടുത്തു പറയുന്നത്. അപ്പൊ അഗെയിൻ ഇതും എല്ലാവർക്കും അപ്ലൈ ചെയ്യാൻ സാധ്യത കമ്പാരിറ്റീവ്ലി കുറവാണെന്ന് തന്നെ പറയാം. പിന്നെ അഗെയിൻ ഒട്ടും പറ്റാത്തൊരു പോസ്റ്റാണ് അടുത്തത്. നമ്മുടെ റിസർച്ച് അസിസ്റ്റന്റ് ഇൻ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ, നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷനിൽ റിസർച്ച് അസിസ്റ്റന്റ്. അതിനും ബാച്ചിലർ ഡിഗ്രി വേണം. പക്ഷെ അത് കൂടാതെ നമ്മുടെ bachelor degree from the recognized university or institute with a minimum of 1 year of research experience in any recognized university or recognized research institution. അപ്പൊ അങ്ങനെ ഒരു റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂഷനിലോ റിസർച്ച് എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണമെന്ന് കൂടി പറയുന്നുണ്ട്. പിന്നെ റിമൈനിങ് ഉള്ള എല്ലാ പോസ്റ്റുകൾക്കും ബാച്ചിലർ ഡിഗ്രി മാത്രം മതി. അപ്പം നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഞാൻ ഈ പറഞ്ഞതനുസരിച്ചാണെങ്കിൽ നമുക്ക് ഈ വർഷം 40 പോസ്റ്റുകളാണ് വിളിച്ചേക്കുന്നത്. ആ 40 പോസ്റ്റിൽ നിന്ന് നമ്മൾ ഈ 4 പോസ്റ്റ് ഒന്ന് മാറ്റി വെച്ചാലും ബാക്കിയുള്ള 36 പോസ്റ്റ് നമുക്ക് എന്തായാലും അപ്ലൈ ചെയ്യാൻ പറ്റും. അപ്പൊ അങ്ങനെയാണെങ്കിൽ ആ അവസാനത്തെ റിമൈനിങ് പോസ്റ്റ് എന്ന് പറയുന്ന മാത്രം 36 പോസ്റ്റ് ഉണ്ട്. സാധാരണ കഴിഞ്ഞ വർഷത്തെ സീജിലൊക്കെ 36 പോസ്റ്റേ വിളിച്ചിട്ടുള്ളൂ. ഈ വട്ടമാണ് 40 പോസ്റ്റ് വന്നത്. ഓക്കെ, സോ നമുക്ക് അത്യാവശ്യം നല്ല നമ്പർ ഓഫ് പോസ്റ്റിൽ നമ്മൾ അപ്ലൈ ചെയ്യാൻ പറ്റും. അതുകൊണ്ട് അതിൽ പേടിക്കേണ്ട കാര്യമില്ല. ഇനി നമുക്ക് ഏതൊക്കെ പോസ്റ്റാണ് നമുക്ക് ഈ വട്ടം വിളിച്ചേക്കുന്നത് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം. നമ്മൾ നേരത്തെ ഉള്ള ഫ്രഷേഴ്സിന് ഏതൊക്കെ അപ്ലൈ ചെയ്യാൻ പറ്റും. ഇപ്പൊ നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഈ വട്ടം ഇത് വീണ്ടും കൊണ്ടുവന്നിരിക്കുകയാണ്. നമ്മുടെ പേ ലെവൽസ് 80 വരുന്ന നമ്മുടെ ഗസറ്റഡ് പോസ്റ്റ് ആയ, നിങ്ങൾ കാണാൻ പറ്റും ഇവിടെ ഗ്രൂപ്പ് ബി ഗസറ്റഡ്, ഗ്രൂപ്പ് ബി ഗസറ്റഡ്, ഗ്രൂപ്പ് ബി ഗസറ്റഡ് പോസ്റ്റ് ആയ 18 തൊട്ട് 30 വയസ്സ് വരെ എഴുതാൻ പറ്റുന്ന നമ്മുടെ അസിസ്റ്റന്റ് ഓഡിറ്റ് ഓഫീസർ സെൻട്രലില്, അസിസ്റ്റന്റ് ഓഡിറ്റ് ഓഫീസർ സ്റ്റേറ്റില്, അസിസ്റ്റന്റ് അക്കൗണ്ട് ഓഫീസർ സ്റ്റേറ്റില്. നേരത്തെ ഇത് 2 വിളിച്ചോണ്ടെങ്കിൽ ഇപ്പൊ ഇത് 3 വിളിച്ചിട്ടുണ്ട്. ഈ വർഷം ആദ്യമായിട്ടാണ് 3 വിളിക്കുന്നത്. ഇതിനു മുമ്പ് 2 ആയിട്ടാണ് വിളിക്കുന്നത്. അസിസ്റ്റന്റ് ഓഡിറ്റ് ഓഫീസറും അസിസ്റ്റന്റ് അക്കൗണ്ട് ഓഫീസറും ഇത് 2 വിളിക്കാറുള്ളായിരുന്നുള്ളൂ. അപ്പോൾ നമുക്ക് വിളിച്ചിട്ടുണ്ട്. നമ്മുടെ CAG ഓഫീസിലേക്കാണ് നമുക്കിത് വിളിക്കുന്നത്. അപ്പോൾ അത്യാവശ്യം വളരെ നല്ല പോസ്റ്റാണ്. നിങ്ങൾക്ക് ഇത് നല്ലപോലെ ഫോക്കസ് ചെയ്യാം. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇതിന് വരുന്ന ക്വാളിഫിക്കേഷനെ കുറിച്ച് നമ്മൾ പറഞ്ഞു. അപ്പോൾ ആ ഒരു ക്വാളിഫിക്കേഷൻ മാത്രം നിങ്ങൾക്കുണ്ടോ എന്ന് കൂടി നോക്കിയിട്ട് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. പക്ഷേ എല്ലാ അസിസ്റ്റന്റ് ഓഡിറ്റ് ഓഫീസും നമ്മൾ നേരത്തെ ബാച്ചിലർ ഡിഗ്രി മതി എന്ന് കൊടുത്തിട്ടുണ്ട്. ബാക്കിയുള്ളത് ഡിസൈറബിൾ ആണെന്ന് തന്നെ പറയുന്നുണ്ട്. ഇനി
ബാക്കിയുള്ള പോസ്റ്റിലേക്ക് വന്നാൽ എനിക്കൊന്ന് കൂടുതൽ ഇപ്പം നമ്മുടെ ആദ്യത്തെ ഗസറ്റഡ് ആണ് എന്നൊരു കേസ് വിട്ട് കഴിഞ്ഞാൽ അതിനേക്കാളും കൂടുതൽ പോപ്പുലർ ആയിട്ട് പോസ്റ്റുകൾ വരുന്നത് ഇവിടാണ് എനിക്ക് തോന്നുന്നു. പേ ലെവൽ 7 ആണെങ്കിലും ഇവിടാണ് ഏറ്റവും പോപ്പുലർ പോസ്റ്റുകൾ വരുന്നത്. നമ്മുടെ അസിസ്റ്റന്റ് സെക്ഷൻ ഓഫീസർ ഡൽഹിയിലെ മിനിസ്ട്രിയിലായിരിക്കും നമ്മുടെ പോസ്റ്റിംഗ് വരുന്നത്. കംപ്ലീറ്റ്ലി ഡൽഹിയിലായിരിക്കും പോസ്റ്റിംഗ് വരുന്നത്. വേറെ സ്റ്റേറ്റിലൊന്നും പോസ്റ്റിംഗ് വരത്തില്ല. എല്ലാം തന്നെ ഗ്രൂപ്പ് ബി ഓഫീസേഴ്സ് ആണ്. നമ്മുടെ 20 തൊട്ട് 30 വയസ്സാണ് നമുക്ക് മിക്കതിനും വരുന്നത്. എല്ലാത്തിനും 30 വയസ്സ് വരെയാണ് മാക്സിമം വരുന്നത്. എവിടേക്കാണ് അസിസ്റ്റന്റ് സെക്ഷൻ ഓഫീസർ വരുന്നതെന്ന് ചോദിച്ചാൽ സെൻട്രൽ സെക്രട്ടേറിയറ്റ് സർവീസിൽ, IB-യിൽ, റെയിൽവേയിൽ, MEA ഒരുപാട് പേര് നോക്കുന്ന ഒരു പോസ്റ്റാണിത്. MEA പിന്നെ നമ്മുടെ മിനിസ്റ്റർ ഓഫ് എക്സ്റ്റേണൽ അഫയേഴ്സ്. അപ്പം ഫ്യൂച്ചറിൽ പുറത്തൊക്കെ പോയി ഗവൺമെന്റ്, നമ്മുടെ സെൻട്രൽ ഗവൺമെന്റ്, ഇന്ത്യൻ ഗവൺമെന്റ് ഇതിൽ തന്നെ നമുക്ക് പുറത്ത് ഫോറിൻ കൺട്രിയിൽ പോയി അവിടെ അംബാസഡേഴ്സിന്റെ ഒക്കെ കൂടെ തന്നെ നിൽക്കാനും ജോലി ചെയ്യാനും കിട്ടുന്ന ഒരു അവസരമാണ്. കംപ്ലീറ്റ്ലി ഗവൺമെന്റ് ഫെസിലിറ്റീസ് ഒക്കെ അടിയിൽ തന്നെ വളരെ നല്ല സാലറിയിൽ. പിന്നെ നമ്മുടെ എയർഫോഴ്സ് ഹെഡ്ക്വാർട്ടേഴ്സിൽ, നമ്മുടെ ഇലക്ട്രോണിക്സ് ആൻഡ് ഇൻഫർമേഷൻ IT മിനിസ്ട്രിയിൽ, പിന്നെ ബാക്കിയുള്ള മിനിസ്ട്രീസും കാര്യങ്ങളിലേക്കാണ് വിളിക്കുന്നത്. അപ്പൊ ഇത് നമ്മുടെ അസിസ്റ്റന്റ് സെക്ഷൻ ഓഫീസർ എന്ന് പറയുന്ന പോസ്റ്റാണ്. ഇനി അത് കഴിഞ്ഞാൽ പിന്നെയും വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള, വളരെ പോപ്പുലർ ആയിട്ടുള്ള പോസ്റ്റിലാണ് നമ്മുടെ ഇൻകം ടാക്സ് ഇൻസ്പെക്ടറിന്റെ പോസ്റ്റ് സെൻട്രൽ ബോർഡ് ഓഫ് ഡയറക്ട് ടാക്സസിലേക്ക്. അതുപോലെ തന്നെ നമ്മുടെ സെൻട്രൽ എക്സൈസ് ഇൻസ്പെക്ടർ സെൻട്രൽ ബോർഡ് ഓഫ് ഇൻഡയറക്ട് ടാക്സസ് ആൻഡ് കസ്റ്റംസിലേക്ക്. പിന്നെ നമ്മുടെ ഇൻസ്പെക്ടർ സെൻട്രൽ എക്സൈസിലേക്ക്. അതുപോലെ ഇൻസ്പെക്ടർ പ്രിവെന്റീവ് ഓഫീസർ വളരെ പോപ്പുലർ ആയിട്ടുള്ള വൈറ്റ് യൂണിഫോം കസ്റ്റംസ് ഓഫീസർ പോസ്റ്റ്. പിന്നെ എക്സാമിനർ ഇൻസ്പെക്ടർ പോസ്റ്റ്. ഇതെല്ലാം നമ്മുടെ ഗ്രൂപ്പ് ബി 30 വയസ്സ് വരെയുള്ള പോസ്റ്റിലാണ്. എല്ലാം നമ്മുടെ സെൻട്രൽ ബോർഡ് ഓഫ് ഇൻഡയറക്ട് ടാക്സസ് ആൻഡ് കസ്റ്റംസിൽ വരുന്ന പോസ്റ്റിലാണ്. എല്ലാവർക്കും അപ്ലൈ ചെയ്യാൻ പറ്റുന്ന പോസ്റ്റിൽ. പിന്നെ അസിസ്റ്റന്റ് എൻഫോഴ്സ്മെന്റ് ഓഫീസർ, സബ് ഇൻസ്പെക്ടർ CBI ഒരുപാട് പേരുടെ അഗെയിൻ വളരെ ഡ്രീം ആയിട്ടുള്ള ഒരു പോസ്റ്റ്. പിന്നെ നമ്മുടെ ഇന്ത്യൻ പോസ്റ്റൽ ഇൻസ്പെക്ടറിന്റെ പോസ്റ്റ്. പിന്നെ നമ്മുടെ സെൻട്രൽ ബ്യൂറോ ഓഫ് നാർക്കോട്ടിക്സിൽ ഇൻസ്പെക്ടറിന്റെ പോസ്റ്റ്. ഇതൊക്കെ നമ്മുടെ ആ ഒരു പേ ലെവൽ 7 വരുന്ന പോസ്റ്റുകൾ. ഇനി തൊട്ട് അതിന്റെ താഴേക്ക് വന്ന പേ ലെവൽ 6 വരുന്ന പോസ്റ്റാണ് അടുത്തത്. പേ ലെവൽ 6 വരുന്ന പോസ്റ്റിൽ നോക്കി കഴിഞ്ഞാൽ അഗെയിൻ അസിസ്റ്റന്റ് സെക്ഷൻ ഓഫീസർ ഡിഫറെന്റ് മിനിസ്ട്രീസിൽ. പിന്നെ എക്സിക്യൂട്ടീവ് അസിസ്റ്റന്റ് നമ്മുടെ സെൻട്രൽ ബോർഡ് ഓഫ് ഇൻഡയറക്ട് ടാക്സസ് ആൻഡ് കസ്റ്റംസിൽ. നമ്മൾ നേരത്തെ പറഞ്ഞ റിസർച്ച് അസിസ്റ്റന്റ്, ഇത് എല്ലാവർക്കും അപ്ലൈ ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരിക്കും എന്ന് പറഞ്ഞായിരുന്നു. ഡിവിഷണൽ അക്കൗണ്ടന്റ് CAG-യുടെ ഓഫീസിൽ. പിന്നെ നമ്മുടെ സബ് ഇൻസ്പെക്ടർ NIA നാഷണൽ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി. അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അഗെയിൻ ഒരു വളരെ പോപ്പുലർ പോസ്റ്റ് ആണ് ഇത്. ഈവൻ ദോ പേ ലെവൽ 6 വരുന്നതാണെങ്കിൽ പോലും വളരെ ഒരു പോപ്പുലർ പോസ്റ്റ് ആണ് NIA ഇൻസ്പെക്ടർ എന്ന് പറഞ്ഞ ഈ ഒരു പോസ്റ്റ്. പിന്നെ നമ്മുടെ ഇന്റലിജൻസ് ഓഫീസർ അല്ലെങ്കിൽ സബ് ഇൻസ്പെക്ടർ നാർക്കോട്ടിക്സ് കൺട്രോൾ ബ്യൂറോയിൽ ജൂനിയർ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസർ. നമ്മൾ നേരത്തെ പറഞ്ഞ അഗെയിൻ എല്ലാവർക്കും അപ്ലൈ ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ട് ഉള്ള ഒരു പോസ്റ്റ് ആണ് ഇത്. അപ്പം മിനിസ്ട്രി ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സ് ആൻഡ് പ്രോഗ്രാം ഇംപ്ലിമെന്റേഷൻ. പിന്നെ ജൂനിയർ സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻവെസ്റ്റിഗേറ്റർ, ഇതും എല്ലാവർക്കും അപ്ലൈ ചെയ്യാൻ ബുദ്ധിമുട്ട് കാണും. നമ്മുടെ മിനിസ്ട്രി ഓഫ് ഹോം അഫയേഴ്സിൽ. പിന്നെ നമ്മുടെ കഴിഞ്ഞ വർഷം പുതുതായിട്ട് ഇൻക്ലൂഡ് ചെയ്ത പോസ്റ്റാണ് ഇത്. ഓഫീസ് സൂപ്രണ്ട് നമ്മുടെ സെൻട്രൽ ഇൻകം ടാക്സ് ഓഫീസർ അല്ലെങ്കിൽ സെൻട്രൽ ബോർഡ് ഓഫ് ഡയറക്ട് ടാക്സസിൽ. പിന്നെ സെക്ഷൻ ഹെഡ്, ഇതും കഴിഞ്ഞ വർഷം പുതുതായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്ത പോസ്റ്റാണ്. സെക്ഷൻ ഹെഡ് ഡയറക്ടർ ജനറൽ ഓഫ് ഫോറിൻ ട്രേഡിൽ ആണ് ആ ഒരു പോസ്റ്റ് വരുന്നത്. അപ്പൊ ഇതെല്ലാം പേ ലെവൽ 6. ഇനി അതിന്റെ അടിയിൽ പേ ലെവൽ 5ലേക്ക് വന്ന ഓഡിറ്ററും അക്കൗണ്ടന്റിന്റെ പോസ്റ്റാണ് വരുന്നത് വേരിയസ് ഡിപ്പാർട്ട്മെന്റ്സിൽ. ഇതെല്ലാം ഗ്രൂപ്പ് C പോസ്റ്റുകളാണ്. ആൻഡ് 27 വയസ്സ് വരെയാണ് ഗ്രൂപ്പ് C പോസ്റ്റിലെല്ലാം വരുന്നത്. ഗ്രൂപ്പ് ബി ആണെങ്കിൽ എല്ലാം 30 വരെയാണ് വന്നത്. ചിലത് 32 വരെയും, ഒരെണ്ണം 32 വരെയും. പിന്നെ അതിന്റെയും താഴെയുള്ള ഏറ്റവും ലാസ്റ്റ് പോസ്റ്റിലാണ് പേ ലെവൽ 4 വരുന്ന നമ്മുടെ പോസ്റ്റൽ അസിസ്റ്റന്റ്, സോർട്ടിംഗ് അസിസ്റ്റന്റ്, UDC ക്ലർക്ക്, സീനിയർ അഡ്മിനിസ്ട്രേറ്റീവ് അസിസ്റ്റന്റ്, ടാക്സ് അസിസ്റ്റന്റ്, ഇൻകം ടാക്സ് ഡയറക്ട് ടാക്സസിലും ഇൻഡയറക്ട് ടാക്സസ് ആൻഡ് കസ്റ്റംസിലും, പിന്നെ സബ് ഇൻസ്പെക്ടർ സെൻട്രൽ ബ്യൂറോ ഓഫ് നാർക്കോട്ടിക്സിൽ. ഇതെല്ലാം ഗ്രൂപ്പ് C പോസ്റ്റ് 27 വയസ്സ് വരെയാണ് വരുന്നത്. അപ്പൊ ഇപ്പൊ നമ്മൾ നോക്കിയത് ആദ്യം ഒരു 3 എണ്ണം ഉണ്ടായിരുന്നു, രണ്ടാമത്തെ ഒരു 15 എണ്ണം ഉണ്ടായിരുന്നു, പിന്നെ അവസാനം ഒരു 10 എണ്ണം ഉണ്ടായിരുന്നു. പിന്നെ അവസാനം കണ്ട 2 എണ്ണത്തിൽ 6 വെച്ചുണ്ടായിരുന്നു. ലെവൽ 4, ലെവൽ 5, ലെവൽ 6, ലെവൽ 7, ലെവൽ 8. അപ്പൊ ലെവൽ 7ലാണ് ഏറ്റവും കൂടുതൽ പോസ്റ്റുകൾ വരുന്നത്. അപ്പൊ ഇതെല്ലാം കൂടി നമ്മൾ പ്ലസ് ചെയ്ത് നിങ്ങൾക്ക് കാണാം 25, 28, 6+6 12, 28ഉം 12ഉം 40 പോസ്റ്റുകൾക്കാണ് ഈ വട്ടം CGL എക്സാം വിളിച്ചേക്കുന്നത്. ആദ്യമായിട്ടാണ് 40 പോസ്റ്റിന് CGL എക്സാം വിളിക്കുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് ഫ്രഷേഴ്സിന് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന പോസ്റ്റിൽ. സോ ഓൾറെഡി പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്നവർ ഏറ്റവും നല്ലപോലെ പ്രിപ്പയർ ചെയ്യുക. ഇനി 2.5 മാസം നിങ്ങൾക്ക് ഇടാൻ പറ്റുന്ന മാക്സിമം എഫേർട്ട് ഇട്ടുകൊണ്ട് മോക്ക് ടെസ്റ്റിലൊക്കെ ചെയ്ത് നമ്മൾ തുടക്കത്തിൽ പറഞ്ഞ ആ കട്ട് ഓഫ് ക്ലിയർ ചെയ്യാൻ വേണ്ടിയുള്ള ആ ഒരു ടാർഗറ്റ് സ്കോർ 155, 160 എന്നുള്ള ആ ഒരു സ്കോർ പിടിച്ച് പല സൈറ്റുകളിൽ നിന്ന് മോക്ക് ടെസ്റ്റിലൊക്കെ ചെയ്ത് അതിനെ ഏറ്റവും നല്ലപോലെ ഇംപ്രൂവ് ചെയ്തെടുക്കുക എന്നുള്ളതാണ് നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ടത്. ആൻഡ് ആദ്യമായിട്ടൊക്കെ CGL എക്സാമിനൊക്കെ പ്രിപ്പയർ ചെയ്യുന്നവരും സെൻട്രൽ ഗവൺമെന്റ് എക്സാമിനൊക്കെ പ്രിപ്പയർ ചെയ്യുന്നവർ, അടുത്ത വർഷത്തെ CGL എക്സാമിനൊക്കെ പ്രിപ്പയർ ചെയ്യുന്നവരുണ്ടെങ്കിൽ അവർക്ക് വേണ്ടി എൻട്രിയിൽ നമുക്ക് SSCക്കും ബാങ്കിനും റെയിൽവേക്കൊക്കെ വേണ്ടി ബാച്ചസ് ഉണ്ട്. നിങ്ങൾക്ക് അതിനെക്കുറിച്ചും കൂടുതൽ ചോദിച്ചറിയാം. ഈ ഒരു നമ്പറിൽ കോൺടാക്ട് ചെയ്തുകൊണ്ട് 7736122215 എന്നുള്ള ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്ത് അതിനെക്കുറിച്ച് കൂടുതൽ ചോദിച്ച് മനസ്സിലാക്കി അറിഞ്ഞ് നിങ്ങൾക്ക് ആപ്റ്റായുള്ള ബാച്ചസിലേക്ക് ജോയിൻ ചെയ്ത് നിങ്ങളുടെ പ്രിപ്പറേഷൻസ് സ്റ്റാർട്ട് ചെയ്യാവുന്നതാണ്. നമുക്ക് അവിടെ റെക്കോർഡ്
ക്ലാസ്സസും ലൈവ് ക്ലാസ്സസും ആണ് വരുന്നത്. റെക്കോർഡ് ക്ലാസ്സസ് നിങ്ങളുടെ ഷെഡ്യൂൾ ആ ഒരു ക്ലാസ്സിൻ്റെ ഷെഡ്യൂൾ ഉണ്ടായിരിക്കും. അതിനനുസരിച്ച് നിങ്ങൾക്ക് അന്നുള്ള ദിവസങ്ങളിലെ ഷെഡ്യൂൾ അനുസരിച്ച് നിങ്ങൾക്ക് റെക്കോർഡ് ക്ലാസ്സസ് കാണാവുന്നതാണ്. പിന്നെ അതിനുശേഷം ആ പഠിക്കുന്ന ടോപ്പിക്കിന്റെ ലൈവ് ക്ലാസ്സസ് ആണ് ഈവനിങ് ടൈം പോകുന്നത്. അത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഈ പറഞ്ഞ പോലെ ക്വിസ്, നിങ്ങൾക്ക് മെന്റേഴ്സിന്റെ സപ്പോർട്ട് ഉണ്ടായിരിക്കും ഡൗട്ട്സ് ആയി ക്ലിയർ ചെയ്യാൻ വേണ്ടി. ഇത് കൂടാതെ തന്നെ എന്താ പറയാ, നമുക്ക് ഈ ബുക്കുകളും ക്വിസ് നമ്മുടെ ഫുൾ മോക്ക് ടെസ്റ്റുകൾ, ടോപ്പിക് വൈസ് ടെസ്റ്റുകൾ, സെക്ഷണൽ മോക്ക് ടെസ്റ്റുകൾ, പിന്നെ ഈ കോർ ടോപ്പിക് ഡിസ്കഷൻസ്, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ഡിസ്കഷൻസ്, അങ്ങനെ ഒരു കംപ്ലീറ്റ് പാക്കേജ് ആണ് ഇതെന്ന് പറയുന്നത്. അപ്പോൾ കൂടുതൽ അറിയാൻ നിങ്ങൾക്ക് ഈ ഒരു നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. സോ പ്രിപ്പയർ ചെയ്യുന്നവർ ഏറ്റവും നല്ലപോലെ പ്രിപ്പയർ ചെയ്യുക. പ്രീവിയസ് ക്വസ്റ്റ്യൻ ഡിസ്കഷൻസ് ഒക്കെ ആയിട്ട് നമുക്ക് ഇവിടെ തന്നെ വീണ്ടും നമുക്ക് മീറ്റ് ചെയ്യാം. അപ്പം ചാനലിലേക്ക് ആദ്യമായിട്ട് വരുന്നവരാണെങ്കിൽ ഉറപ്പായിട്ടും ചാനൽ ഫോളോ ചെയ്യുക. ഇതേപോലത്തെ ഇമ്പോർട്ടന്റ് അപ്ഡേറ്റ്സും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ഡിസ്കഷൻസ് ഒന്നും മിസ് ആവാതിരിക്കാൻ വേണ്ടി. അപ്പോൾ നമുക്ക് ഇതിൻ്റെയൊക്കെ കൂടുതൽ അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ ആയിട്ട് തന്നെ ഇനി വരാതിരിക്കുന്ന നോട്ടിഫിക്കേഷൻസ് ഒക്കെ ആയിട്ട് തന്നെ നമുക്ക് വീണ്ടും ഇവിടെ തന്നെ നമുക്ക് മീറ്റ് ചെയ്യാം. ഇനി ഒരുപാട് എക്സാമിന്റെ സമയമാണ്. സോ ഏറ്റവും നല്ലൊരു പ്രിപ്പയർ ചെയ്യുക. എല്ലാവർക്കും ഓൾ ദി വെരി ബെസ്റ്റ്. താങ്ക് യു.